നമ്മളിനി നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. അതെ, ഇന്നലെ ഒരു +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി ഇവിടെയാണ് ഈ +2 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഒരു 11-12 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം. ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങൾ ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്തയിലൂടെയും വളർച്ചയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് മരണത്തിലേക്ക് ആശ്രയിക്കുന്ന നേരെ വിപരീതമായ ഒരു സാഹചര്യവും നമുക്ക് മുന്നിലുള്ളത്. ഇവർക്ക് പക്വതയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹിക അന്തരീക്ഷം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം വളരെ പെട്ടെന്ന്. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ വിഷയം മറ്റൊരു തലമാണ്, പ്രണയമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പിന്നിൽ എന്നുള്ളത് അറിയില്ല. തിരുവല്ലയിൽ +2 വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത്. ആ സംഭവത്തിൽ ആൺ സുഹൃത്തായ ജാവേദ് പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രണയത്തിലായിരുന്ന ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് നിഗമനം. തിരുവല്ല കാവുംഭാഗം സ്വദേശിനി അപർണ രമേശാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ജാവേദും അപർണയും തമ്മിൽ വഴിയിൽ ചില തർക്കങ്ങളുണ്ടായി. വീട്ടിലെത്തിയ വിദ്യാർത്ഥിനി ഷോളിൽ കെട്ടി തൂങ്ങുകയായിരുന്നു എന്നുമാണ് വിവരങ്ങൾ വരുന്നത്. ഗോകുൽ രമേശ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. ഗോകുൽ, ഈ വിദ്യാർത്ഥിനി മരിച്ചതുമായി ബന്ധപ്പെട്ട് ആൺ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്ത് കാരണത്താലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്? ഇവർ തമ്മിൽ അന്ന് വൈകുന്നേരം തർക്കമുണ്ടായി എന്നൊക്കെയുള്ള ചില സൂചനകൾ വരുന്നുണ്ടല്ലോ. രോഹിണി, മോഡൽ പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരികയായിരുന്നു അപർണ രമേശ് എന്ന് പറയുന്ന 17 വയസ്സുകാരി. +2 വിദ്യാർത്ഥിനിയാണ്. തിരുവല്ല കാവുംഭാഗത്ത് വെച്ചിട്ടാണ് ഈ കാമുകനായിട്ടുള്ള ജാവേദിനെ കണ്ടുമുട്ടുന്നത്. തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടി വീട്ടിലേക്ക് ചെന്ന് വീട്ടിനുള്ളിൽ സ്വന്തം ഷാൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടിത്തൂങ്ങി ജീവനെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സമയം ഈ കുട്ടിയുടെ പ്രണയിതാവായിട്ടുള്ള അല്ലെങ്കിൽ കാമുകൻ എന്ന് പറയുന്ന ഈ ജാവേദ് എന്ന് പറയുന്ന യുവാവ് അവനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജാവേദാണ് ഈ ഷാള് മുറിച്ച് പെൺകുട്ടിയെ താഴെ ഇറക്കിയത്. പെട്ടെന്ന് ആ പെൺകുട്ടിയെ തോളിലേറ്റി ഈ ജാവേദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഈ നാട്ടുകാരൊക്കെ കൂടി കാണുകയും തുടർന്ന് നാട്ടുകാർ കൂടി ചേർന്നുകൊണ്ട് പെൺകുട്ടിയെ തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ഈ സംഭവത്തിൽ ഈ ജാവേദ് നിലവിൽ തിരുവല്ല പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇയാൾ പത്തനംതിട്ട വായ്പൂർ സ്വദേശിയാണ് ജാവേദ്. ജാവേദിന് SDPI അടക്കമുള്ള സംഘടനകളുമായിട്ട് ബന്ധമുള്ളതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. DYFIയിലും ഇടക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു ഇയാളെന്നുള്ളതാണ് നമുക്ക് ഈ വായ്പൂർ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഈ രീതിയിലൊരു പ്രണയക്കെണിയാണോ ഇത് എന്നുള്ള സംശയിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത്. പ്രണയക്കെണി, ലവ് ജിഹാദ്, ഇതൊക്കെയും വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് പല കോണുകളിൽ നിന്നും ഇത്തരം വാർത്തകൾ വരുന്നത്. SCPI പ്രവർത്തകനായിരുന്നു എന്ന് പറയുമ്പോൾ ആസൂത്രിതമായ ഒരു ഇടപെടലടക്കം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് സ്വാഭാവികമായും ഉയരുന്നത്. അത് ദൂരീകരിക്കാനുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടല്ലേ? നിലവിൽ ഈ വിഷയം ഇന്നലെ തിരുവല്ല DYSPയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പയ്യൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിട്ടില്ല, ആ രീതിയിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് തിരുവല്ല പോലീസ് പറയുന്നത്. പക്ഷേ അന്വേഷണത്തിലാണ്. അയാൾ നിലവിൽ അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ജാവേദ് എന്ന് പറയുന്ന യുവാവ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഇവർ ഈ പെൺകുട്ടിയുമായിട്ട് 2 വർഷമായിട്ട് ഇയാൾ അടുപ്പത്തിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനിടയ്ക്ക് 2 മൊബൈൽ ഫോൺ വാങ്ങി നൽകിയതും സൂചിപ്പിച്ചു. ഈ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ സഹോദരനുമാണ് ഇയാൾ മൊബൈൽ ഫോൺ വാങ്ങി നൽകിയത്. തുടർന്ന് ഇന്നലെ തർക്കമുണ്ടായ സമയത്ത് വഴിയിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങി ഇയാൾ ഉടച്ചു എന്നുള്ള സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സഹോദരന് വാങ്ങി നൽകിയ മൊബൈൽ ഫോൺ തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നു. അതിനുശേഷമാണ് പെൺകുട്ടി വീട്ടിലെത്തി ഈ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ സമാനമായിട്ടുള്ള വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആ സിനിമയടക്കം പ്രതിനിധീകരിക്കുന്ന വിഷയങ്ങൾ ഇത്തരത്തിൽ ഉദാഹരണങ്ങളായിട്ട് നിരവധി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തിരുവല്ലയിൽ നടന്നിട്ടുള്ള ഈ സംഭവത്തിനും ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. പ്രണയക്കെണി അല്ലെങ്കിൽ ലവ് ജിഹാദ് പോലെയുള്ള
ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഗൗരവപൂർണ്ണമായിട്ട് അന്വേഷണം നടത്തി അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. എന്തായാലും പോലീസ് ആ നിലയ്ക്ക് അന്വേഷിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ഇതുവരെയും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇയാൾ കസ്റ്റഡിയിലുണ്ട്. വിശദമായിട്ട് ചോദ്യം ചെയ്യൽ നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഹിന്ദു പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ഈ രീതിയിലുള്ള കടന്നുകയറ്റവും അവരെ ഈ പ്രണയക്കെണിയിൽ വീഴ്ത്തുന്ന സംഭവം ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു 36 വയസ്സുകാരി ഇത്തരത്തിൽ ഈ ഒരു ആൺ സുഹൃത്തിൻ്റെ, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ആൺ സുഹൃത്തിൻ്റെ, അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചില അനാവശ്യ ഇടപെടലുകളും ഇത്തരത്തിലുള്ള ചതിയും ഉണ്ടായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവം ഏതാനും ദിവസങ്ങൾക്ക് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തിരുവല്ലയിലും സമാനമായിട്ടുള്ള ഒരു കേസ് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമാണ് പ്രായം. +2 വിദ്യാർത്ഥിനിയാണ്. വീട്ടുകാരുടെയൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി വളർന്നു വന്നൊരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ പ്രണയക്കെണിയിൽ പെട്ട് ആത്മഹത്യയിലേക്ക് പോയത്, ജീവൻ നഷ്ടപ്പെട്ടത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള നിയമ നടപടിയാണ് ഉണ്ടാവേണ്ടത്. പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തി കർശന നടപടി ഉണ്ടായാൽ മാത്രമേ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. എന്തായാലും കേരളത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് സംഭവങ്ങളുടെയൊക്കെ പരമ്പരയുടെയൊക്കെ അവസാനത്തെ ഉദാഹരണമായിട്ട് തിരുവല്ലയിലെ കേസ് മാറുമോ എന്നുള്ളതാണ് ഇനി എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിയേണ്ടത്. എന്തായാലും ആ പെൺകുട്ടിയുടെ മൃതദേഹം നിലവിൽ ഇപ്പോൾ തിരുവല്ലയിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആ കേസിൽ വീട്ടുകാർ കൂടുതൽ പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. സംഭവത്തിൽ എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. KP, ഇതിൽ ദുരൂഹത നീക്കിയേ മതിയാകുകയുള്ളൂ. അല്ല, അവിടെയാണ് ഈ ഗൂഗിൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട് വർഗീയത പറയുന്നു അല്ലെങ്കിൽ ഇല്ലാത്തത് പറയുന്നു എന്ന്. പക്ഷേ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമാകുന്നില്ല. ഇങ്ങനെയുള്ള അടിക്കടി സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഘടനകൾ, TPA പോലുള്ള സംഘടനകളുടെ പേര് വരുമ്പോൾ സ്വാഭാവികമായും ഉയർന്ന ചോദ്യമാണ്. ആ ചോദ്യങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് പിന്നീട് സാഹചര്യങ്ങളും എത്തിച്ചേരുന്നത്. ഈ കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ കേരള സ്റ്റോറി, അതിൻ്റെ 2ാം ഭാഗം കേരള സ്റ്റോറി 2, അതിൻ്റെ ട്രെയിലറിനൊക്കെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഒരുപക്ഷെ വിമർശന വിധേയമാകേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതേസമയം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമുണ്ട്, പരിഹരിക്കേണ്ട വിഷയങ്ങളുമുണ്ട്. അതൊക്കെയും തള്ളിക്കളയേണ്ടതല്ല എന്ന് ഇന്ന് അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് പറഞ്ഞവർ തന്നെ നാളെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. കാരണം അവരുടെ വീടുകളിലേക്കും അവരുടെ സമീപ സ്ഥലങ്ങളിലേക്കും ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അയ്യോ നിങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നല്ലോ, സത്യമാണല്ലോ ഈ പറയുന്നതൊക്കെ എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്, അല്ലേ?